ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അവസാനത്തെ 3 മത്സരങ്ങളിലും കംഫർട്ടബിൾ ആയ ഒരു വിജയം സ്വന്തമാക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നില്ല. ഒരല്പം ബുദ്ധിമുട്ടുകളൊക്കെ അവർ അനുഭവിക്കേണ്ടി വന്നിരുന്നു. പക്ഷേ അവസാനത്തിൽ വിജയിച്ച് കയറുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. അവരുടെ ആ ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റിയാണ് അവിടെ തെളിഞ്ഞു കാണുന്നത്. ഇപ്പോഴിതാ സ്പാനിഷ് ഇതിഹാസമായ ഐക്കർ കസിയസ് ഒരിക്കൽ കൂടി അർജന്റീനയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അർജന്റീനയ്ക്ക് ഇപ്പോൾ വയ്യ, അവർ ആകെ ക്ഷീണിതരാണ്, ഇതിനേക്കാൾ മികച്ച പ്രകടനം അവരിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് ഐക്കർ കസിയസ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുൻപും അർജന്റീനയെ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കസിയസ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അർജന്റീനയുടെ പ്രകടനം പോരാ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് അടിവരയിടുന്ന രൂപത്തിലാണ് കഴിഞ്ഞ മത്സരത്തിലും അവർ കളിച്ചിട്ടുള്ളത്. സെമി ഫൈനലിൽ എത്തിയ 4 ടീമുകളിൽ വലിയ വെല്ലുവിളികൾ ഒന്നും ഇല്ലാതെ കടന്നുകൂടിയ ഏക ടീം അത് അർജന്റീനയാണ്. അർജന്റീനയിൽ നിന്നും ഇതിലും മികച്ചത് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവർ അവരുടെ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് സെമി വരെ എത്തിയിട്ടുണ്ട്. ഇനി കിരീടം നേടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിന് സാധിക്കും എന്നുള്ളത് കഴിഞ്ഞ തവണ അർജന്റീന തെളിയിച്ചതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അർജന്റീനക്ക് വയ്യ, അവർ ക്ഷീണിതരാണ്. കൃത്യമായ ഒരു സ്ട്രാറ്റജി ഇല്ലാതെയാണ് അർജന്റീന ഇപ്പോൾ കളിക്കുന്നത്. കേപ്പ് വെർദെ, ഈജിപ്ത് എന്നിവർക്കെതിരെ അവർ മികച്ച രൂപത്തിൽ കളിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിലും മികച്ചത് ഞാൻ സ്വിറ്റ്സർലൻഡിനെതിരെ അവരിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. ഇതാണ് ഐക്കർ കസിയസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സെമി വരെ എത്തിയെങ്കിലും വലിയ വെല്ലുവിളികൾ ഒന്നും തന്നെ അർജന്റീനക്ക് നേരിടേണ്ടി വന്നിരുന്നില്ല എന്നാണ് കസിയസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷെ എപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ടാണ് അർജന്റീന വിജയിച്ച് കയറിയത് എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഒരു യഥാർത്ഥ പരീക്ഷണം ഇപ്പോൾ അർജന്റീനയെ കാത്തിരിക്കുകയാണ്. സെമി ഫൈനലിൽ കരുത്തരായ ഇംഗ്ലണ്ടാണ് അവരുടെ എതിരാളികൾ. ബുധനാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.